ഹലോ ഗീതാഗോവിത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ രേഖ കഥയൊക്കെ പറയാൻ വേണ്ടി പോയിട്ടുണ്ട്. ഗോവിന്ദൻ്റെ അടുത്ത് അവതരിപ്പിക്കുകയാണ് പ്രണയകഥ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ വ്യത്യസ്ത തലങ്ങളിലായിട്ട് ഉള്ള നായകന്മാർ അവർ ചില സാഹചര്യങ്ങൾ കാരണം ഒരുമിച്ചൊന്ന് കല്യാണം കഴിക്കേണ്ടി വന്നു അവരാണ്. അപ്പോഴത്തേക്ക് തന്നെ ഗോവിന്ദ് പറയും ഇതിലെ നായകൻ ഞാനല്ലേന്ന് ചോദിക്കും. അപ്പോൾ ഗീതു ബാക്കിൽ നിന്നെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ഗീതു ഇങ്ങനെ മനസ്സിൽ ടെൻഷൻ അടിക്കും, അയ്യോ ഗോവിന്ദേട്ടനെല്ലാം മനസ്സിലായി തുടങ്ങി, കണ്ണേട്ടനെല്ലാം മനസ്സിലായി തുടങ്ങി നമ്മൾ ഇങ്ങനെ പറയും. എന്നിട്ട് ഗോവിന്ദ് പറയും നായകൻ ആരും ആയിക്കോട്ടെ, കഥ തുടർന്നോളൂ, നായകൻ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോൾ രേഖ പറയും നായകനൊന്നും പ്രശ്നമൊന്നുമില്ല, ഇവിടെ പ്രശ്നം നായികക്കാണ്, നായികയ്ക്കിപ്പം നായകനോട് പ്രണയം തോന്നി തുടങ്ങി എന്നിങ്ങനെ പറയും. പക്ഷെ അത് പറയാൻ ഇച്ചിരി ചമ്മലാണെന്ന് പറയും. അപ്പോൾ എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ ചോദിക്കും നായികയ്ക്ക് എന്നെ തുറന്ന് പറഞ്ഞുകൂടിയെന്ന്. എന്നിട്ട് രേഖ പറയും അത് പെൺകുട്ടികളിലല്ലോ ഇത് പറയാനൊരു ഇതുണ്ടാവുമല്ലോ, നാണം ഉണ്ടാവുമല്ലോ, ആൺകുട്ടികളാണല്ലോ, നായകന്മാരാണല്ലോ ഇതിൽ മുൻകൈ എടുക്കേണ്ടത്, അതാണല്ലോ നാട്ടു നടപ്പ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഗോവിന്ദ് പറയും പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഇതിൽ ചമ്മലുണ്ടാവും, മനസ്സ് തുറക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ ചമ്മലൊക്കെ ഉണ്ട് ഇങ്ങനെ പറയണം. എന്നാലും കുഴപ്പമില്ല, നായികയോട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ, നായകൻ തന്നെ മനസ്സ് തുറന്നോളും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ വീണ്ടും ടെൻഷനും സന്തോഷമൊക്കെ നമ്മുടെ ഗീതുവിന് കൂടി. അതായത് തുറന്ന് പറയാമെന്ന് പറഞ്ഞു, പക്ഷേ അത് എന്തായിരിക്കും റിപ്ലൈ, പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള ടെൻഷനിലാണ് ഗീതു. എന്നിട്ട് രേഖേച്ചി അപ്പം തന്നെ ചോദിക്കും എന്താണ് നായകൻ്റെ ഒരു പോസിറ്റീവ് ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം തന്നെ ഗീതുവിന് വീണ്ടും ഒരു സമാധാനമായി, ചോദിച്ചല്ലോ രേഖേച്ചി മുത്താണെന്ന് ഇങ്ങനെ വിചാരിക്കും. എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് പറയും നെഗറ്റീവ് ആയിരിക്കാനൊരു സാധ്യതയൊന്നുമില്ല, അതിനുള്ള റീസൺസ് ഒന്നും കാണുന്നില്ല, പോസിറ്റീവ് തന്നെ ആയിരിക്കും എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗീതുവിന് വീണ്ടും സന്തോഷം. എന്നിട്ട് വീണ്ടും രേഖ ചോദിക്കും ഇനി ഇവർ പെട്ടെന്ന് തന്നെ ഒന്നിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഗോവിന്ദ് പറയും ഇന്ന് തന്നെ ഒന്നിക്കുമെന്ന് പറയും. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ ഗീതു ഓടിച്ചാടി തുള്ളിച്ചാടി ഇങ്ങനെ പോവുകയാണ്. ബാക്കിൽ തന്നെ രേഖയും പോകുന്നുണ്ട്. എന്നിട്ട് രേഖ ഇങ്ങനെ നമ്മുടെ രാധികാമ്മയുടെ റൂമിലേക്ക് കൂടെ ആ സൈഡിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കളിക്കും നമ്മുടെ ഗീതു. അവിടേക്ക് നമ്മുടെ രേഖയും വരും. അപ്പം നമ്മുടെ രാധികാമ്മ ഇത് കാണുന്നുണ്ട്. ഇവൾക്ക് എന്താ പറ്റിയത്, ഇങ്ങനെ 2-3 തുള്ളിച്ചാടുന്നൊക്കെ ഉണ്ട്, ഇങ്ങനെ 2-3 തുള്ളി ചാടിക്കഴിഞ്ഞാൽ തന്നെ അവളുടെ ഗർഭം അങ്ങനെ അങ്ങ് പോയിക്കോളും, തുള്ളട്ടെ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് രേഖയും ഇങ്ങനെ വരും. എന്നിട്ട് അവർ രണ്ടാളും കൂടെ തുള്ളിച്ചാടി സന്തോഷിക്കും. അപ്പോൾ വീണ്ടും രാധികാമ്മ വിചാരിക്കും ഇനി ഇവളും ഗർഭിണിയായോ, എൻ്റെ 2 മക്കളും അച്ഛനാവാൻ പോവുകയാണോ, ഇവരെയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് വീണ്ടും നമ്മുടെ ഗീതു താഴേക്ക് പോവും, ഓടിപ്പോവും. വീണ്ടും പുറകെ തന്നെ രേഖയും പോവും. എന്നിട്ട് താഴെ ഇറങ്ങി ഫസ്റ്റ് ഗീതു താഴെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കാഞ്ചന വരുന്നുണ്ടാവും. കാഞ്ചന പറയുന്നുണ്ട് അയ്യോ ഈ സമയത്ത് ഇങ്ങനെയൊന്നും പോവല്ലേ, മെല്ലെ മെല്ലെ വാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗീതു അതൊന്നും കാര്യമാക്കില്ല. എന്നിട്ട് കാഞ്ചനേനെയും പിടിച്ച് വട്ടം ചുറ്റിയിട്ട് അവൾ അങ്ങോട്ടേക്ക് പോവും. അവൾ പോയി തിരിയുമ്പോൾ തന്നെ നമ്മുടെ രേഖ എന്തായാലും ബാക്കിൽ തന്നെ വരുന്നുണ്ടല്ലോ. ഇവർ രണ്ടാളും കൂടെ അങ്ങോട്ട് ആക്സിഡൻ്റ് ആവും, നമ്മുടെ രേഖയും കാഞ്ചനയും കൂടെ. എന്നിട്ട് കാഞ്ചന നിലത്ത് വീഴും. അപ്പോൾ രേഖ പറയും നീ എവിടെ നോക്കി നടക്കുന്നത്, കണ്ണ് കണ്ടൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവൾ കുറച്ച് വഴക്ക് പറഞ്ഞിട്ട് രേഖയും അങ്ങോട്ടേക്ക് പിന്നെയും പോവും. എന്നിട്ട് കാഞ്ചന പറയും എന്ത് വന്നാലും എനിക്ക് തന്നെ കുറ്റം, ലാസ്റ്റ് എനിക്ക് തന്നെ കലമ്പും കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ട് മേലോട്ടേക്ക് നോക്കുമ്പോൾ രാധികാമ്മ അപ്പോൾ എന്താ നിങ്ങളുടെ 2 മരുമക്കൾക്കും വട്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പറയും വട്ടല്ല ബാധകീരതാന്ന്, അതിനെ ഞാൻ ഒഴിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ അതവിടെ കഴിയും. പിന്നെ നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയും നീ വേഗം ഇവിടെ ചുറ്റിക്കറങ്ങാതെ വേഗം ഗോവിന്ദേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നൊക്കെ പറയും. അതിന് മുന്നേ കുറേ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ രേഖയും ഗീതുവൊക്കെ വട്ടം ചുറ്റുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒന്നും പറയണ്ട. എന്നിട്ട് വേഗം പോകുന്ന നമ്മളെ രേഖ പറയും ഇപ്പം തന്നെ നിങ്ങൾ രണ്ടാളും മനസ്സ് വെച്ചാൽ ഇപ്പം തന്നെ ഈ സീസണിൽ തന്നെ നമുക്ക് മാങ്ങ കഴിക്കാം എന്നിങ്ങനെ പറയും. അപ്പോൾ ഗീതു വീണ്ടും ഇടി കള്ളി രേഖേച്ചി എന്നെ കൊണ്ട് മാങ്ങ തീറ്റിപ്പിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പറയും. അപ്പോൾ വേഗം ഇവിടെ ചുറ്റിക്കറങ്ങാതെ വേഗം പോകുന്നു ഇങ്ങനെ രേഖ പറയും. അപ്പോൾ നമ്മുടെ ഗീതു പറയും അങ്ങനെ അങ്ങ് പോയാലും ഇനിയിപ്പോൾ കുറച്ച് ജാടയൊക്കെ ഇട്ട് നടക്കണ്ടേ, എന്തായാലും പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളത് കിട്ടി, എന്തായാലും ഇനിയിപ്പം ഞാൻ കുറച്ച് ജാടയിട്ട് നിൽക്കണ്ടേന്ന് പറയും. അപ്പോൾ രേഖ പറയും ജാടയിട്ട് നിങ്ങൾ നിന്നോ, വന്നത് തട്ടിത്തെറിപ്പിക്കരുത്, ജാടയിട്ടിട്ട് ഇനി നിങ്ങൾ ഒരാളും കൂടി അടിച്ച് പിരിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയും കയ്യിൽ വന്നത് ഞാൻ തട്ടിക്കളയില്ലല്ലോ രേഖേച്ചി എന്നൊക്കെ പറയും. എന്നിട്ട് ഇത്രയും സുന്ദരിയായ എന്നെ ഇങ്ങനെ എന്താ പറയുക പ്രപ്പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യണം ഇങ്ങനെ പറയാണ്. അപ്പോൾ രേഖ പറയുന്നുണ്ടോ ഇത് നമ്മുടെ സൈഡാണെന്ന് അറിഞ്ഞപ്പോൾ, പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ അഹങ്കാരം അങ്ങ് കയറിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് എന്നെ പ്രൊമോയിൽ കാണുന്നത് തന്നെ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല, അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അവളോട് ഗോവിന്ദേട്ടൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറയും. എന്നിട്ട്
അവൾ നേരെ റൂമിലേക്ക് പോകുമ്പോൾ ഗോവിന്ദ് കുളിക്കുന്നുണ്ടാവുക. അപ്പോൾ ഗീതു ഇങ്ങനെ മനസ്സിൽ ഫ്രഷ് ആയിട്ട് പ്രപ്പോസ് ചെയ്യാനായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഡ്രസ്സ് മാറാനുള്ളതൊക്കെ അവിടെ സൈഡിലൊക്കെ കൊണ്ടുവെക്കും. മാറാനുള്ളത് ഇവിടെ ഉണ്ട് എന്നൊക്കെ വിളിച്ച് പറയും. എന്നിട്ട് ബെഡിൽ വന്നിട്ട് ഗീതു ഇരിക്കും. എന്നിട്ടിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഇങ്ങനെ പറയുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ ഗോവിന്ദ് കുളിച്ചൊക്കെ വന്നു. പക്ഷെ ഗോവിന്ദ് വിചാരിച്ചതൊന്നുമല്ല എന്നാണ് എൻ്റെ ഒരു വരുണിനെ കൊണ്ടുവരാനാണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഊഹമാണ്. കാരണം ഗോവിന്ദിൻ്റെ മുഖത്ത് അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. എന്നിട്ട് ഗോവിന്ദ് നേരെ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ ഈശ്വരാ ധൈര്യം തരണേ കാത്തോളെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിന് കൈ കൊടുത്തിന്. അപ്പം ഗീതു ഇങ്ങനെ എന്താ വിളിക്കാത്ത എന്താ പറയാത്തെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ അപ്പോൾ ധൈര്യം സംഭരിക്കുകയാണ് കണ്ണേട്ടനോട് പറയാമെന്ന് ഇങ്ങനെ ഗീതു വിചാരിക്കും. എന്നിട്ട് ഗോവിന്ദ് വന്നിട്ട് ഗീതു എന്ന് വിളിക്കും. അപ്പോൾ ഗീതു ഇങ്ങനെ പോവും, ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ പോവും. എന്നിട്ട് ഗോവിന്ദ് പറയും, ഇന്നലെ ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല, ഇന്നലെ നീ ആ ഒരു മാങ്ങേൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോൾ ഗീതു പറയും കൂർക്കം വലി കേട്ടപ്പോൾ ഞാൻ വെച്ച് ഉറങ്ങിയെന്ന്. അപ്പോൾ ഗോവിന്ദ് വീണ്ടും പറയും കൂർക്കം വലിക്കാനോ ഞാനോ ഇല്ല, ഇത് നീ വെറുതെ ഉണ്ടാക്കി പറയുന്നത്, ഞാൻ ഇതുവരെ കൂർക്കം വലിച്ചിട്ടില്ലെന്നൊക്കെ ഇങ്ങനെ പറയും. എനിക്ക് ഇന്നലെ ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറയും. രാവിലെ അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി നീ ചായ കൊണ്ടുവരുന്നതാണ് ഞാൻ വിചാരിച്ചത്, നീ അത് രേഖയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇതുവരെ എന്നോടൊന്നും ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയണം. അപ്പോൾ ഗീതു വീണ്ടും സോറി കണ്ണേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതവിടെ കഴിയും. എന്നിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഗോവിന്ദ് പറയും, പറഞ്ഞോട്ടെ എന്ന് പറയും. അപ്പോൾ ഗീതു പറയും പറഞ്ഞോളൂ എന്ന് പറയും. ഇതൊക്കെ അപ്പോൾ ഗോവിന്ദ് പറയും ഇതൊക്കെ നിങ്ങൾ പറഞ്ഞാലല്ലേ ഞങ്ങളെപ്പോലെ പുരുഷന്മാർക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ, നിങ്ങൾ പെൺകുട്ടികൾ ഇത് പറയണ്ടേ ഞങ്ങളോട് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ആദ്യം ഇങ്ങനെ പറയും. അപ്പോൾ ഗീതു പറയും അത് പിന്നെ നമ്മൾ പെൺകുട്ടികൾക്ക് ഇതിനൊക്കെ ഒരു ചമ്മലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം, നിങ്ങളല്ലേ മനസ്സ് തുറക്കേണ്ടത്, മുൻകൈ എടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് ഗോവിന്ദ് പറയും എന്നാൽ പിന്നെ ഞാനത് തീരുമാനിച്ചു, ഞാൻ തന്നെ മുൻകൈ എടുത്തോട്ടെ, എനിക്കിതിലൊരു വിരോധമൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഗീതു പറയും എടുത്തോളൂ, എനിക്കൊരു വിരോധമില്ല എന്നിങ്ങനെ പറയാണ്. ഗീതു ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ടുണ്ടാവുക. എന്നിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഗോവിന്ദിനെ കാണില്ല. ഗോവിന്ദ് അങ്ങോട്ടേക്ക് താഴെ പോയിട്ടുണ്ടാവും, താഴെ രാധികാമ എല്ലാം ഉണ്ടാവും. എന്നിട്ട് താഴെ വരുമ്പം നമ്മൾ ഗീതു ആണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണേട്ടനില്ലല്ലോ. അപ്പോൾ കണ്ണേട്ടാന്ന് വെച്ചിട്ട് അവളും ബാക്കിൽ തന്നെ വരും. എന്നിട്ട് രാധികാമ്മയോട് പറയും എനിക്ക് എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട്, ഇപ്പം ഞാനൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഉച്ചയ്ക്ക് മുന്നേ തന്നെ വരും, എന്നിട്ട് ബാക്കിയെല്ലാം പറയാം, ഇത് പറയുമ്പോൾ എല്ലാവരും മുന്നിലുണ്ടാവണം, അപ്പോൾ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കും, പക്ഷെ വന്നിട്ട് പറയാമെന്ന് പറയും. ഗീതുവിനെ സാക്ഷി മുൻനിർത്തി ഈ കാര്യങ്ങളൊക്കെ ഈ വീടിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നിങ്ങനെ ഗോവിന്ദ് പറയും. അപ്പോൾ ഗീതു ഇങ്ങനെ എല്ലാവരും ഒന്നും ക്ലൂ ഒന്നുമില്ല, എന്നാലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോവും. അപ്പോൾ ബാക്കിൽ തന്നെ നമ്മൾ കാഞ്ചന പോയി നോക്കും എങ്ങോട്ടേക്കാണ് പോകുന്നത്. ഗോവിന്ദ് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയും, എന്ത് സംഭവിച്ചാലും രേഖ ആഗ്രഹിച്ച പോലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും, രേഖയുടെ ഇഷ്ടം പോലെ നടക്കും എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ഗോവിന്ദ് പോവുക. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ രാധികാമ്മ ചോദിക്കും നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ അവനോട് പറഞ്ഞിട്ട് നടത്തിക്കുവാണ് വേണ്ടത്, ഞങ്ങളോടൊന്നും പറഞ്ഞുകൂടെ എന്നിങ്ങനെ ചോദിക്കും ദേഷ്യപ്പെട്ടിട്ട്. അപ്പോൾ രേഖ ഇങ്ങനെ അത് പിന്നെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു ഇടയ്ക്ക് കയറി പറയും അത് ഇനിയിപ്പം പറയണ്ട, ഗോവിന്ദേട്ടൻ സസ്പെൻസ് ആക്കി വെച്ചാലേ, ഇനി കണ്ണേട്ടൻ പറഞ്ഞിട്ട് തന്നെ വന്നിട്ട് തന്നെ പറഞ്ഞോട്ടെ എന്നിങ്ങനെ പറയും. അപ്പോൾ കാഞ്ചന വന്നിട്ട് പറയും കണ്ണേട്ടൻ മാമൻ കോവിലാണ് പോയത് എന്ന് പറയും. അപ്പോൾ രേഖ പറയും അത് ഏതൊരു നല്ല കാര്യം പറയുന്നതിന് മുന്നേ അമ്പലത്തിൽ പോയിട്ട് തുടങ്ങാമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഗീതു പറയും ഞാനും കൂടെ പോകായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയും. അപ്പോൾ രേഖ പറയും നിനക്ക് വേണ്ടി തന്നെയല്ലേ പോയത്, അപ്പോൾ നീ പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ഇന്ന് കണക്ട് ചെയ്തിട്ട് രാധികം ഇങ്ങനെ എന്തെല്ലോ ചിന്തിച്ച് കൂട്ടും. രേഖയും ഗീതു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും. ഗീതു നീങ്ങി വന്നിട്ട് അവർ രണ്ടാളും അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ കാഞ്ചന പറയും എനിക്ക് തോന്നുന്നത് രഞ്ജു പപ്പനെ ഇവിടെ കൊണ്ടുവരാനാണെന്ന് പറയും. അപ്പോൾ രാധികം പറയും അതിനെന്തിനാ ഇങ്ങനെ ഒരു ബിൽഡപ്പ്, അങ്ങ് ഡയറക്റ്റ് പറഞ്ഞാൽ പോരെ, ഗീതുവിനെ സാക്ഷി നിർത്തിയൊക്കെ എന്തിനാ പറയുന്നതെന്നൊക്കെ പറയും. അപ്പോൾ ഇത് തന്നെയാണ് രണ്ട് പൊണ്ടാട്ടീനെ പറയുമ്പോൾ ഇവിടെ രഞ്ജുവിനെ കൊണ്ടുവരണ്ടെങ്കിൽ ഗീതു പാപ്പയും വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. കാഞ്ചന അങ്ങോട്ടേക്ക് പോകും. ആ സമയം തന്നെ നമ്മുടെ വരുണിനെ വിളിക്കും രാധികാമ്മ. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും, അതായത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗോവിന്ദ് പോയത്, എല്ലാവരും വേണം എന്നവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ വരുൺ ചോദിക്കും എല്ലാവരും വേണമെന്നിപ്പോൾ ഞാൻ വേണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ രാധികാമ്മ പറയും നീ വേണം, നിന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാനാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറയും. അപ്പോൾ വരുൺ പറയില്ല ഞാൻ വരുന്നില്ല. എന്നിട്ട് അവസാനം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ എൻ്റെ തലക്കെട്ടിട്ട് ഒഴിവാവാനല്ലേ, എല്ലാവരെയും പണി അതല്ലേ, അമ്മയാണെങ്കിൽ അതിൻ്റെ മുന്നിലുണ്ടാവുകയും ചെയ്യും, ഞാൻ വരുന്നില്ല എന്ന് പറയും. അപ്പോൾ രാധികാമ്മ പറയും നീ വന്നേ പറ്റുള്ളൂ എന്ന് പറയും. എന്നിട്ട് എനിക്കൊരു സംശയമുണ്ട്, രഞ്ജുവിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനാണോ ഈ പ്ലാൻ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.